ഹലോ നമസ്കാരം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മുടെ ആദ്യമേ അതായത് ഇപ്പോൾ നിങ്ങൾക്ക് തമ്മിൽ കണ്ടപ്പോൾ തന്നെ കാര്യങ്ങളൊക്കെ മനസ്സിലായി കാണും. അതായത് എൻ്റെ ചാനലിൽ എനിക്ക് ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടിയതും എനിക്ക് ഏറ്റവും കൂടുതൽ ഹിറ്റായിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു. ഞാൻ ചെയ്തൊരു ഹോം മെയ്ഡ് ഫേഷ്യൽ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കുറേ പേര് സ്വീകരിച്ചു. 100K മുകളിൽ തന്നെ എനിക്കതിന് വ്യൂസ് കിട്ടി. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ അതിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഹിറ്റാക്കി തന്ന എല്ലാവർക്കും ആദ്യം തന്നെ ഒരു നന്ദി പറയാണ്. കാരണം ഇപ്പോൾ അത് പറയാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ വീണ്ടും ഒരു ഹോം മെയ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു DIY ഫേഷ്യലും ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അന്ന് നമ്മൾ ചെയ്തിരുന്ന ഒരു ഹോം മെയ്ഡ് ആയിട്ടുള്ള നാച്ചുറൽ ഐറ്റംസ് വെച്ചിട്ടുള്ള ഒരു ഫേഷ്യലാണെങ്കിൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് ഒരു ആയുർവേദിക് ആയിട്ടുള്ളൊരു ഫേഷ്യൽ നമുക്ക് ചെയ്താലോ. അതായത് നമ്മുടെ സ്കിന്നിലേക്ക് കുറേ മാറ്റങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിൽ ഒരു ആയുർവേദ ഫേഷ്യൽ ചെയ്യാം എന്നാണ് ഞാൻ കരുതിയിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ട സംഭവങ്ങളും എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതും ഒക്കെ ഞാൻ ഈ ഒരു വീഡിയോയുടെ കൂടെ തന്നെ പറഞ്ഞു പോകാം. കാരണം മറ്റേ ആ ഒരു DIY ഫേഷ്യൽ ഞാൻ ഇട്ടിരുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ഹോം മെയ്ഡ് ഫേഷ്യൽ ഇട്ട സമയത്ത് ഞാൻ ഫസ്റ്റിലെ തന്നെ എല്ലാ സംഭവങ്ങളും ഞാൻ കാണിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഫേഷ്യൽ ചെയ്യുന്ന കാണിച്ചപ്പോഴത്തേക്ക് കുറേ കമൻസ് എനിക്ക് വന്നു തുടങ്ങി. ചേച്ചി എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് ഒന്നും മനസ്സിലാവുന്നില്ല. അതായത് ഇവരിങ്ങനെ സ്കിപ്പ് ചെയ്ത് കാണുന്നുണ്ടായിരിക്കാം, എനിക്ക് അറിഞ്ഞുകൂടാ, അത് കാണാതെ പോയി. അപ്പം ഞാൻ കരുതി ഇപ്പം നമുക്ക് ഓരോ സ്റ്റെപ്പ് വൈസും നമ്മൾ പോകുമല്ലോ. ഇതിൽ മെയിനായിട്ട് ഒരു 3 to 4 സ്റ്റെപ്പാണ് കേട്ടോ ഉള്ളത്. ഒരു 4 സ്റ്റെപ്പ് ആയിട്ടുള്ള ഒരു ആയുർവേദിക് ഫേഷ്യലാണ്. കംപ്ലീറ്റ് ആയിട്ട് ആയുർവേദ സാധനങ്ങൾ മാത്രമാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഒരു രീതിയിലുള്ള കെമിക്കൽ ഐറ്റംസും ഇതിലില്ല. നമുക്കൊരു മാസം അല്ലെങ്കിൽ ഒരു 3 ടൈംസ് അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു വട്ടമൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ഫേഷ്യലാണ് കേട്ടോ ഇത് എന്തിനാണ് ചെയ്യുന്നതെന്ന് വെക്കുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായിട്ടുള്ള ഒരു ഫേഷ്യലാണ്. കുറേ പേർക്ക് ഇങ്ങനെ പ്രത്യേകിച്ച് സ്കിൻ കണ്ടീഷൻസ് എന്ന് പറയുമ്പോൾ ചിലർക്ക് ഈ സ്കിന്നിന് ഭയങ്കര ഇച്ചിങ് ആയിട്ടിരിക്കുകയായിരിക്കും. ചിലർക്ക് ഭയങ്കരമായിട്ട് സ്കിന്ന് ഡ്രൈ ആയിട്ട് വരണ്ടിളവാൻ തുടങ്ങും, അതായത് പൊരിഞ്ഞിളവാൻ തുടങ്ങുന്ന ഒരവസ്ഥയുണ്ട്. ചിലർക്ക് സ്കിന്ന് ഭയങ്കരമായിട്ട് വലിഞ്ഞുണങ്ങിയിരിക്കുന്ന പോലൊരു ഭയങ്കര ഏജ്ഡ് ആയിട്ടുള്ളൊരു ഫീൽ തോന്നാറുണ്ട്. ഇനി അതും അല്ലെങ്കിൽ നമുക്ക് കുറേ പിമ്പിൾസ് വരുന്നവരായിരിക്കും, ഇടയ്ക്കിടയ്ക്ക് പിമ്പിൾ വന്ന് പോകുന്നവരായിരിക്കും, അതല്ലെങ്കിൽ പിമ്പിൾ മാർക്ക് കാണും. അങ്ങനെ പല പ്രശ്നങ്ങളും ഉള്ള സ്കിൻ, അതായത് നമ്മുടെ സ്കിന്നിലുള്ള ഏതൊരു ഡിസീസിനും ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഫേഷ്യലാണ് കേട്ടോ. ഇനി കരുവാളിപ്പാണെങ്കിലോ, ഇനി അതല്ലെങ്കിൽ മെലാസ്മയുടെ പ്രശ്നങ്ങളുണ്ടല്ലോ, ഈ നമ്മുടെ മുഖത്ത് കവിളിൻ്റെ ഇവിടൊക്കെ മാത്രം ഇങ്ങനെ ഒരു കറുത്ത പുള്ളി പോലെ ഫുള്ളിങ്ങനെ സ്പ്രെഡ് ആവുന്ന പോലെയൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ളവർക്കും ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. നമുക്ക് ഈ സാധനങ്ങൾ വാങ്ങി വെക്കാൻ അധികം പൈസയൊന്നും ആവില്ല കേട്ടോ. വാങ്ങി വെച്ചാൽ തന്നെ നമ്മൾ ആഴ്ചയിൽ ഒരു വട്ടം ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു 2-3 മാസത്തേക്കുള്ള സാധനങ്ങൾ കാണും കേട്ടോ ഇതൊക്കെ. അപ്പോൾ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്ന് ഓരോന്നായിട്ട് കണ്ടിട്ട് വരാവേ. അപ്പോൾ ഇതിന് വേണ്ട സാധനങ്ങളും കാര്യങ്ങളും ഒക്കെ ഞാൻ കുറച്ച് സാധനങ്ങൾ നമ്മൾ ആയുർവേദ ഷോപ്പിൽ നിന്നോ കോട്ടയ്ക്കൽ അങ്ങനെയൊക്കെ ഉള്ളിടത്ത് നിന്ന് വാങ്ങേണ്ടി വരും. ഇനി അതൊന്നും അല്ലെങ്കിൽ ഞാനിവിടെ നമ്മുടെ ആമസോണിൻ്റെയോ ഫ്ലിപ്കാർട്ടിലോ ഞാൻ വാങ്ങിയത് ഞാൻ ആമസോണിൽ നിന്നാണ് കേട്ടോ. അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും വാങ്ങാവുന്നതാണ് കേട്ടോ സാധനങ്ങൾ. അപ്പോൾ എന്തൊക്കെയാണ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് ഓരോ സ്റ്റെപ്പ് വഴി കണ്ടുപോകാം. അപ്പോൾ ആദ്യത്തെ ഒരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിലൊരു ക്ലെൻസിങ് ചെയ്യുന്നുണ്ട്, പിന്നെ നമ്മൾ ഒരു ഓയിൽ മസാജ് ചെയ്യുന്നുണ്ട്, പിന്നെ ഒരു സ്ക്രബ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഒരു ഫേസ് പാക്കും നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയുമാണ് 4 സ്റ്റെപ്പ് ഉള്ളത്. 4 സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ടൊന്നും ഉണ്ടെന്ന് കരുതും, അങ്ങനെയൊന്നുമല്ല, വളരെ സിമ്പിളാണ്. അപ്പോൾ നമുക്കിത് ചെയ്യാൻ തുടങ്ങാവേ. അപ്പോൾ നമുക്ക് നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് ഒന്ന് കണ്ടിട്ട് വരാവേ. നമ്മുടെ 3 സ്റ്റെപ്പ് ആയുർവേദിക് ഫേഷ്യലിനുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ റെഡിയാണ് കേട്ടോ. ഇതിൽ ഓരോന്നായിട്ട് നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണാം. അതായത് സ്ക്രബ് ഉണ്ട്, പാക്ക് ഉണ്ട്, ക്ലെൻസർ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ക്ലെൻസർ കാണാം. അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന പാലാണ് കേട്ടോ. പാലെടുക്കുക. ഒരു 1-2 സ്പൂൺ പാലിലേക്ക് ഒരു നുള്ള് കസ്തൂരി മഞ്ഞളാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ കറിമഞ്ഞൾ എടുക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് നിങ്ങൾ എല്ലാവരും കണ്ട് കാണുമല്ലോ. നമുക്ക് അതിലേക്ക് ഇവിടെ പാലും അതേപോലെ തന്നെ കുറച്ചൊരു നുള്ളു മഞ്ഞളും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ പാലെന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ളൊരു ക്ലെൻസറാണ് കേട്ടോ, ഒരു നാച്ചുറൽ
ക്ലെൻസറാണ്. ഇതിൽ ലാക്റ്റിക് ആസിഡ് എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിനെ നല്ല രീതിയിൽ എക്സ്ഫോളിയേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ മഞ്ഞൾ എന്ന് പറയുന്ന ഒരു ആൻറ്റി ബാക്ടീരിയൽ ആണ്. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, നമ്മൾ ഈ ചെയ്യുന്ന ഫേഷ്യൽ നമ്മുടെ ഫേസിലുള്ള എല്ലാ ഡിസീസിനും ചെയ്യാൻ പറ്റിയ ഒരു ഫേഷ്യലാണ് കേട്ടോ. അപ്പം മഞ്ഞൾ അലർജി ഉള്ളവരാണെങ്കിൽ മഞ്ഞൾ ഇടണ്ട. പാല് ചിലർക്ക് അലർജിയാണ്, എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നോർമൽ വെള്ളത്തിലോ അല്ലെങ്കിൽ കുറച്ച് ഈ പാൽപ്പൊടി കിട്ടുമല്ലോ, പാൽപ്പൊടി എടുത്ത് വെച്ചിട്ട് അതിലോ ഒന്ന് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഇതേപോലെ നിങ്ങൾ കഴുകിയാൽ മതി കേട്ടോ. ഇത് പച്ചപ്പാലാണ് കേട്ടോ, ഞാൻ കവറ് പാല് വാങ്ങിച്ച പച്ചപ്പാലിനകത്ത് ഒരു നുള്ളു മഞ്ഞളിട്ടാണ് കേട്ടോ. മഞ്ഞൾ നമ്മുടെ കറിമഞ്ഞളല്ല, കസ്തൂരി മഞ്ഞളാണ് കേട്ടോ ഇട്ടേക്കുന്നത്. അപ്പോൾ കസ്തൂരി മഞ്ഞൾ ഇട്ടാണ് ഇത് ഈ എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം മുഖം ഒന്ന് ക്ലെൻസ് ചെയ്യാവേ. നമ്മുടെ മുഖത്ത് എന്ത് അഴുക്കുണ്ടെങ്കിലും അതൊക്കെ പോയാൽ മാത്രമേ നമ്മൾ ഇനി അടുത്തതായിട്ട് എന്താണോ കൊടുക്കുന്നത് അത് നമ്മുടെ ആ ഒരു സ്കിന്നിലേക്ക് ഡയറക്റ്റ് ചെല്ലുകയുള്ളൂ. ഓക്കെ, അപ്പം ഞാൻ ദേ ഇവിടെ എടുത്തിട്ടുള്ളത് നമ്മുടെ കോട്ടൺ പാഡാണ്. ഇത് ഞാൻ എൻ്റെ മറ്റേ ഫേഷ്യലിൻ്റെ വീഡിയോയിലൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇത് നമ്മുടെ ലിപ്സ്റ്റിക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മേക്കപ്പൊക്കെ റിമൂവ് ചെയ്യാനും ഒക്കെ നല്ല സാധനമാണ് കേട്ടോ. ഇത്രയും വരും. അപ്പോൾ അതിൽ നിന്ന് ദേ ഒരു കോട്ടൺ പാഡ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ദേ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, പാലും ഇതിലും ജസ്റ്റ് ദേ ഒന്ന് മിക്സ് ചെയ്യുക, ഒന്ന് പിഴിഞ്ഞെടുക്കണം കേട്ടോ. ഒരുപാട് അങ്ങോട്ട് വെക്കണ്ട അതിൽ. എന്നിട്ട് നമ്മൾ മുഖം നല്ല രീതിയിൽ ദേ ഒന്ന് തുടച്ചെടുക്കുക കേട്ടോ. ഞാൻ അന്ന് വീഡിയോ ചെയ്യുമ്പോൾ എൻ്റെ 2 സൈഡും മൂക്ക് ഞാൻ കൂത്തിയിട്ടില്ല എന്ന് തോന്നുന്നു. ഇപ്പം 2 സൈഡും മൂക്ക് കുത്തിയതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓക്കെ, അപ്പോൾ ഇത് ഇങ്ങനെ ഒന്ന് തുടച്ചെടുക്കുക കേട്ടോ. തുടച്ചെടുത്തിട്ട് നോക്കുമ്പോൾ തന്നെ നല്ല രീതിയിൽ കാണും. ഇതേ കണ്ടോ, ഇപ്പോൾ വലുതായിട്ടില്ല, ഞാനിപ്പോൾ മുഖം കഴുകിയിട്ട് വന്നിരിക്കുന്നതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അതേ നല്ല രീതിയിൽ ഒന്ന് തുടച്ചെടുക്കുക. കണ്ണുമൊക്കെ നല്ല രീതിയിൽ തുടയ്ക്കണം കേട്ടോ. രണ്ടാമത് ഒന്നും കൂടെ അതേ മുക്കി പിഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്താലും നമ്മളത് നമ്മുടെ കഴുത്തിലും കൂടെ ചെയ്യണം. കാരണം അല്ലെങ്കിൽ കഴുത്ത് വേറെ കളറ്, മുഖം വേറെ കളറായിട്ട് ഇരിക്കും കേട്ടോ. എന്നിട്ട് പിന്നെ ചിലർ കാണുമ്പോൾ പറയും, ഓ ഇവളെന്തൊക്കെയോ വലിച്ചു വാരി മുഖത്ത് തേച്ചിട്ടാണ് മുഖം ഈ കളറിൽ ഇരിക്കുന്നത്, കഴുത്ത് വേറെ കളറിൽ ഇരിക്കുന്നത്, എന്തിനാ വെറുതെ പറയിപ്പിക്കണേ. അപ്പം നമ്മൾ നമ്മുടെ കഴുത്തിലും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. എനിക്ക് ഇവിടെ ഒരു പിമ്പിൾ വന്നാൽ നിങ്ങൾക്ക് കണ്ടാൽ അറിയാമല്ലോ. എനിക്ക് പീരീഡ്സ് ടൈമിൽ എനിക്ക് പിമ്പിൾ വരുന്ന കേട്ടോ. PCOD ഉള്ള മിക്കവർക്കും വരുന്നതായിരിക്കും ഈ കവിളിൽ പിമ്പിൾ. ഓക്കെ, അപ്പോൾ ദേ നമ്മൾ ക്ലെൻസ് ചെയ്ത് കഴിഞ്ഞു. അപ്പം നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ഞാൻ ക്ലെൻസ് ചെയ്ത് കളഞ്ഞു. ഇത് നമ്മൾ കഴുവണ്ട, നമ്മൾ പച്ചവെള്ളത്തിനൊന്നും കഴുവണ്ട കേട്ടോ. ഇത് തനിയെ അങ്ങ് ഉണങ്ങിക്കോളും, കാരണം നമ്മൾ ചെറുതായിട്ടൊന്നും ക്ലെൻസ് ചെയ്തിട്ടല്ലേ ഉള്ളൂ. ഇനി അടുത്ത സംഭവം എന്ന് പറയുന്നത്, നമ്മൾ ആയുർവേദ ഫേഷ്യൽ ആകുമ്പം അതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഓയിൽ മസാജ് എന്ന് പറയുന്ന ഒരു സാധനമാണ് കേട്ടോ. അപ്പോൾ ഓയിൽ മസാജ് എന്ന് പറയുമ്പോൾ നാൽപ്പാമരാതി കയറുണ്ട്, അങ്ങനെ പല ടൈപ്പ് ഓഫ് സംഭവങ്ങൾ വെച്ചിട്ട് നമുക്ക് ഓയിൽ മസാജ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാൽ ദിനേശ് വല്യാതി കോക്കനട്ട് ഓയിലാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ഞാൻ ഫേഷ്യൽ മസാജ് ചെയ്യാറുണ്ട് ഇടയ്ക്ക്. ഞാൻ യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. ഞാൻ നമ്മുടെ നാൽപ്പാമരാതി കേരം വെച്ചിട്ട് ഫേഷ്യൽ മസാജ് ചെയ്യാറുണ്ട്, ദിനേശ് വല്ലാതി ഓയിൽ വെച്ചിട്ട് ചെയ്യാറുണ്ട്. ഇനി അതല്ലെങ്കിൽ നമ്മുടെ ബേബി ഓയിലില്ലേ, ബേബി മസാജ് ഓയിൽ, അത് വെച്ചിട്ടും ഒക്കെ ചെയ്യാറുണ്ട്. പക്ഷെ നമ്മളിതൊരു ആയുർവേദ ഫേഷ്യലായി വരുമ്പോൾ നമ്മുടെ സ്കിൻ കളറ് കൂട്ടാനും നമ്മുടെ സ്കിന്നിലെ പ്രശ്നങ്ങൾ മാറാനും ഒക്കെ ഏറ്റവും നല്ലത്. അതായത് ഇപ്പം ഓയിൽസിൽ വെച്ച് നോക്കുകയാണെങ്കിൽ നാൽപ്പാമനാതി കയറോ എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിൽ ഒരുപാട് രോമ വളർച്ച ഉണ്ടെങ്കിൽ അത് പോവാനൊക്കെ നാച്ചുറലായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്, മഞ്ഞളൊക്കെ ഉള്ളുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ദിനേശ് വല്ലാതി ഓയിൽ പല ഡിസീസസിനാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ പോലും ഒരുവിധം നമ്മുടെ സ്കിൻ കളറൊന്ന് ഇമ്പ്രൂവ് ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, നമ്മൾ ആദ്യം ക്ലെൻസ് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ നോർമൽ ആണെങ്കിൽ അടുത്ത സ്ക്രബിലേക്കായിരിക്കും പോകുന്നത്. നമ്മൾ സ്ക്രബ് ചെയ്യരുത്. ഇവിടെ നമ്മൾ കുറച്ച് ഓയിൽ കയ്യിലെടുക്കുക, നിങ്ങളുടെ ഇഷ്ടം പോലെ എടുക്കുക കേട്ടോ. ഇത് പിമ്പിൾ വരുമെന്നൊന്നും വിചാരിക്കേണ്ട, കാരണം ഒരുപാട് പിമ്പിളുണ്ടെങ്കിൽ ഇട്ട് ചെയ്യരുത്. നിങ്ങൾക്ക് 1-2 പിമ്പിളൊക്കെ വന്ന് പോകുന്നവരാണെങ്കിൽ ഈ ഓയിൽ യൂസ് ചെയ്യുന്നൊരു പ്രശ്നമില്ല. ഡ്രൈ സ്കിൻ ആണെങ്കിലും കോമ്പിനേഷൻ സ്കിൻ ആണെങ്കിലും നിങ്ങൾക്കിത് യൂസ് ചെയ്യാം കേട്ടോ. കാരണം ഭയങ്കര നല്ലതാണ്. നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനും നമ്മുടെ സ്കിന്നിന് ഭയങ്കര ഗ്ലോ ആയിട്ടിരിക്കാനും ഒക്കെ ഭയങ്കര നല്ലതാണ് കേട്ടോ.
അപ്പം ഞാനൊരു 3 to 4 ഡ്രോപ്സ് കയ്യിലെടുത്തിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് നമ്മൾ ലൈറ്റായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നിങ്ങളുടെ ഇഷ്ടം പോലെ നമ്മൾ അപ്വേർഡായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പം ഞാൻ സിമ്പിളായിട്ടുള്ളൊരു മസാജ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ ഇങ്ങനെയല്ല ചെയ്യുന്നത്, ഞാൻ മൊത്തത്തിലൊരു ഫേഷ്യൽ മസാജാണ് ഞാൻ ചെയ്യുന്നത്. അത് ഞാനിവിടെ കാണിച്ചു തരുന്നില്ല കേട്ടോ, കാരണം അത്രയും ട്രിക്കി ആയിട്ട് പോകേണ്ട കാര്യമില്ല. നമ്മൾ നോർമലാണല്ലോ, നോർമലായിട്ട് ചെയ്യാവുന്ന ഒരു മസാജ് എന്ന് പറയുകയാണെങ്കിൽ ഇത് കണ്ടോ, ആദ്യം ഫുൾ ഓയിൽ മൊത്തത്തിലൊന്ന് ആക്കി കൊടുക്കുക. ആക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ദേ ഇവിടുന്നാണെങ്കിൽ ജസ്റ്റ് ദേ ഇവിടെ ഇങ്ങനെ കണ്ടോ താടി, എന്നിട്ട് ഇവിടെ ദേ ഇങ്ങനെ നമ്മുടെ ചുണ്ടിൻ്റെ സൈഡ്. ഓക്കെ, എന്നിട്ട് ദേ ഇവിടെ ഇങ്ങനെ ഒരു 10 വട്ടം, എല്ലാം ഒരു 10 വട്ടം ചെയ്താൽ മതി കേട്ടോ. ഇങ്ങനെ ഒരു 10 വട്ടം റൗണ്ടിൽ ചെയ്യുക. ഓക്കെ, എന്നിട്ട് ഇങ്ങനെ ഇതും ഒരു 10 വട്ടം വച്ചിട്ട് ചെയ്യുക കേട്ടോ. എന്നിട്ട് ഈ ഒരു നെറ്റി ഉണ്ടല്ലോ, നെറ്റിയിൽ ദേ ഇങ്ങനെ കാണിച്ചാൽ മതിയേ. പിന്നെ കണ്ണിൽ വരുമ്പോൾ ഇങ്ങനെ റൗണ്ടായിട്ട് ഒരു 10 വട്ടം ഇങ്ങനെ, തിരിച്ചൊരു 10 വട്ടം ഇങ്ങനെ. ഓക്കെ, എന്നിട്ട് മൂക്ക് വരുമ്പോൾ ദേ ഇങ്ങനെ ഒന്ന് റൗണ്ടിലാക്കിയിട്ട് ഇങ്ങനെ അങ്ങ് വിട്ടാൽ മതി കേട്ടോ. കണ്ടോ, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പം ഞാൻ സ്പീഡായിട്ട് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനെ ഒരു ഫേഷ്യൽ മസാജ് എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു ഫേസിന് ഭയങ്കര നല്ലതാണ് കേട്ടോ. ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യാനും അതുപോലെ തന്നെ നമുക്ക് ഒരു ഇപ്പം എന്തെങ്കിലുമൊക്കെ ഒരു സ്കിന്നിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഒക്കെ മാറാൻ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇത് സ്പീഡ് കൂട്ടിയിട്ടേക്കുന്നുണ്ടാണ് സ്പീഡപ്പ് ആയിട്ട് ഇങ്ങനെ തോന്നുന്നത്. നിങ്ങൾ പയ്യെ ചെയ്യുക കേട്ടോ. ഒരു 10 മിനിറ്റോളം നമ്മൾ ചെയ്ത് കൊടുക്കുക കേട്ടോ ഇതൊക്കെ. അപ്പം ഞാൻ ദേ ഓയിൽ മസാജ് ചെയ്തിട്ടുണ്ട്. ഞാനൊരു 10 വട്ടം എല്ലാം ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്കൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് പെട്ടെന്ന് ഓടിച്ച് കാണിച്ചത്. ഓക്കെ, നമ്മൾ ഈ ഓയിൽ മസാജ് ചെയ്ത് ഈ ഫേസ് ഉണ്ടല്ലോ, നമ്മൾ ഈ ഓയിലൊന്നും നമ്മൾ കളഞ്ഞിട്ടില്ല. ഇത് നമ്മൾ ആവി പിടിക്കുക കേട്ടോ. അതാണ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ ദേ ആവി പിടിക്കുന്ന സംഭവം ദേ ഇവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിൽ ഒരു നല്ലതായിട്ട് ഒന്ന് ആവി പിടിക്കുക. ഫേസ് ഫുള്ള് നമ്മൾ ഈ ഓയിൽ മസാജ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ആവി പിടിക്കേണ്ടത് കേട്ടോ. അപ്പം നമ്മുടെ നോർമൽ ഫേഷ്യൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ ഇതിൽ ചെറുതായിട്ടൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ അതിൻ്റെ റിസൾട്ട് നമുക്കിതിൽ കിട്ടുകയും ചെയ്യും. അപ്പം ഞാനിത് ഒന്ന് ആവി പിടിക്കട്ടെ കേട്ടോ. ഈ സാധനം കണ്ടോ, ഇത് കൊള്ളാമല്ലേ, ആവി പിടിക്കാൻ നല്ലതാണ്. ഞാൻ എൻ്റെ ലുലുവിൻ്റെ നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. അതിൽ ഞാനിത് ചെയ്തിട്ടുണ്ട്, അവിടുന്ന് ഞാൻ വാങ്ങിയതാണ്. എന്തായാലും ഞാനൊന്ന് ആവി പിടിക്കട്ടെ. നിങ്ങൾ ആവി കൊള്ളുമ്പോൾ കണ്ണിലേക്ക് അധികം പോവാതിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ നമ്മൾ ഒരു 5 മിനിറ്റോളം ഒന്ന് വിയർക്കുന്നത് വരെ നല്ല രീതിയിലൊന്ന് ആവി കൊണ്ടാൽ മതി കേട്ടോ. അപ്പോൾ കണ്ണിലൊക്കെ നമ്മൾ ഈ ഒരു ഓയിൽ ഇട്ടേക്കുന്നതുകൊണ്ട് തന്നെ ചിലർക്ക് അത് കണ്ണിലേക്ക് ഈ ഒരു വിയർപ്പായിട്ട് പോകുമ്പോൾ ചിലപ്പോൾ ഇറിറ്റേഷൻ ഉണ്ടാവും. അതുകൊണ്ട് ഇടയ്ക്കൊന്ന് കണ്ണ് അടച്ചു വെച്ചിട്ട് കൊണ്ടാൽ ഭയങ്കര നല്ലതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ പയ്യെ ഇരുന്ന് മസാജ് കഴിഞ്ഞിട്ട് ആ ഓയിൽ തടവി കളയാതെ തന്നെ, അതായത് നമ്മൾ ആ ഓയിൽ കഴുകി കളയാതെ തന്നെ നമ്മൾ ഈ ആവി കൊള്ളുമ്പോൾ നല്ലൊരു എഫക്റ്റ് അതിൽ നിന്ന് കിട്ടും കേട്ടോ. അപ്പം ഞാൻ നല്ല രീതിയിൽ ആവി പിടിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടറിയാം ഞാൻ നല്ല രീതിയിൽ വിയർത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഈ വിയർപ്പും നമ്മുടെ ആ ഒരു ഓയിലും കൂടെ നമുക്ക് ഈ ഒരു സെയിം കോട്ടൺ പാഡ് ഉണ്ടല്ലോ, ഒരെണ്ണം കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് തുടച്ച് കളയാവേ. നമ്മൾ എണ്ണ ഇട്ടത് പോയി അല്ലാതെ അങ്ങ് കളയരുത് കേട്ടോ. ഇങ്ങനെ ആയിരിക്കണം നമ്മൾ തുടയ്ക്കേണ്ടത്. ഇപ്പം നിങ്ങൾക്കൊരു തോന്നൽ വരാം ഇത് എണ്ണ ഫുള്ള് പോവും, മുഖത്തുനിന്ന് പോവും. ഓക്കെ, നമുക്കിതൊരു പിമ്പിൾ വരുത്തൂല്ല. നിങ്ങൾ പിമ്പിൾ വരുമെന്ന് വിചാരിക്കേണ്ട, ഇത് നമുക്ക് പിമ്പിൾ വരില്ല കേട്ടോ. നമ്മൾ കാരണം കുറേ നേരം ഓയിൽ ഇടുന്നില്ല. അപ്പം നമ്മൾ ഓയിൽ ഇട്ടു, അപ്പം തന്നെ ഒന്ന് ആവി പിടിച്ചു, എന്നിട്ട് നമ്മൾ ഇത് ഇങ്ങനെ തുടച്ച് കളയുക കേട്ടോ. മൂക്കുത്തി ഉണ്ടോ, ഉടക്കുന്നുണ്ടോ, ഇത് ഭഗവാനേ. ഓക്കെ, അപ്പോൾ നമ്മളിതേ തുടച്ചിട്ടുണ്ട്. കണ്ട ഓയിൽ ഫുള്ള് പോയി. ഓയിലിൻ്റെ കൂടെ തന്നെ എൻ്റെ ലിപ് ബാമും പോയി കേട്ടോ. അപ്പോൾ ഇനി അടുത്ത് നമുക്ക് കുറച്ച് ഓയിൽ ബാക്കി മുഖത്ത് ഇരിപ്പുണ്ടല്ലോ, അപ്പോൾ അതും കൂടെ ഒന്ന് കളയാനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാവേ. നമ്മളിപ്പോൾ എന്തൊക്കെയാണ് ചെയ്തത്? ആദ്യം നമ്മൾ ഒരു എന്തായിരുന്നു ചെയ്തത്, പാല് വെച്ചിട്ടൊന്ന് ക്ലെൻസ് ചെയ്തു, പിന്നെ ഒരു ഓയിൽ മസാജ് ചെയ്തു, പിന്നെ ഒന്ന് സ്റ്റീം ചെയ്തു. ഓക്കെ, ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമുക്കൊരു സ്ക്രബാണ് വേണ്ടത്. സ്ക്രബ് എങ്ങനെയാണ് ചെയ്യണേന്ന് നമുക്കൊന്ന് കണ്ടിട്ട് വരാം കേട്ടോ. ഇതും ആയുർവേദമാണ്, നമുക്കൊന്ന് കണ്ടിട്ട് വരാവേ.
സ്ക്രബിനായിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്ന ത്രിഫല ചൂർണ്ണമാണ് കേട്ടോ. ചൂർണ്ണം എന്ന് പറഞ്ഞാൽ പൊടിയെന്നാണ്. അതായത് ത്രിഫല എന്ന് പറയുന്നത് നെല്ലിക്ക, കടുക്ക, താന്നി എന്ന് പറയുന്ന 3 സാധനങ്ങൾ പൊടിച്ച് ചേർത്തതാണ് കേട്ടോ. ഇത് ഒരു ലൈറ്റായിട്ട് തരിതരി പോലെ ഇരിക്കുന്നുണ്ട്. ഒരു മൈൽഡ് സ്ക്രബിൻ്റെ എഫക്റ്റ് നമുക്ക് കിട്ടും. ഇതൊക്കെ ഞാൻ പ്രോഡക്റ്റ് ടാഗ് ചെയ്ത് കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അതിൽ നോക്കിയാൽ വാങ്ങാൻ പറ്റും. ഇല്ലെങ്കിൽ നമ്മുടെ ആയുർവേദ ഷോപ്പുകളിലും കിട്ടും കേട്ടോ. അതിലേക്ക് ഒരു 2 സ്പൂൺ തേനാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. അപ്പോൾ നമ്മുടെ സ്ക്രബ് ഇതാണേ. അപ്പോൾ എല്ലാവരും നമ്മുടെ സ്ക്രബ് കണ്ടു കാണും. സ്ക്രബ് ഇതേ ഇങ്ങനെയാണ് കേട്ടോ ഇരിക്കുന്നത്. ഇതിൽ നമ്മൾ ചേർത്തിരിക്കുന്നത് എന്താണെന്നൊക്കെ നിങ്ങൾ കണ്ടല്ലോ. അതായത് നമ്മുടെ ത്രിബല്ല ചൂർണവും പിന്നെ കുറച്ച് ഞാൻ ഒന്ന് മിക്സ് ചെയ്തുകൊണ്ടിരുന്ന കേട്ടോ. ത്രിബല്ല ചൂർണവും പിന്നെ തെങ്ങിനുമാണ് എടുത്തിരിക്കുന്നത്. ത്രിബല്ല ചൂർണം, നെല്ലിക്ക, കടുക്ക, താന്നി എന്ന് പറയുന്ന ഒരു 3 സംഭവങ്ങൾ ചേർന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ആയുർവേദത്തിൽ ഭയങ്കര നല്ലതാണ് കേട്ടോ. ഇതൊരു ചെറിയ തരിതരി പോലെയാണ് ഇരിക്കുന്നത്, ഒരു മൈൽഡായിട്ട്. അപ്പോൾ ഇതാണ് നമ്മളൊരു സ്ക്രബായിട്ട് നമ്മൾ മുഖത്തിട്ട് കൊടുക്കുന്നത്. ഓക്കെ, ഇത് ഈ ഒരു ത്രിബല എന്ന് പറയുന്ന ഒരു ചെറുതായിട്ടൊരു സ്ക്രബ് പോലെ ഒരു നൈസായിട്ടുള്ള ഒരു പേസ് അല്ല. നിങ്ങൾക്ക് ഇപ്പോൾ ഇടുന്ന കാണുമ്പോൾ ചിലപ്പോൾ തോന്നും ഇത് നൈസാണ്, നല്ല കേട്ടോ. അപ്പം ഞാനിത് ദേ മുഖത്തൊന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്യട്ടെ. തേനായതുകൊണ്ട് ഉണങ്ങൂല, ഇത് കുറച്ചും കൂടെ ലൂസായി വന്നോളൂ കേട്ടോ. ചെറിയ മൈൽഡായിട്ടുള്ള തരിതരി പോലത്തെയാണ്. നമ്മളൊരു 5 മിനിറ്റോളം നല്ല രീതിയിൽ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് നമ്മൾ ഫേസിലും കഴുത്തിലും ഒക്കെ ഒരു 5 മിനിറ്റോളം നല്ല രീതിയിൽ ഇതൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് അമർത്തി സ്ക്രബ് ചെയ്യേണ്ട കേട്ടോ. ഒന്ന് മൈൽഡായിട്ടുള്ള തരിതരി പോലെ ഇരിക്കുന്നുണ്ട്. നമ്മളൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് വെച്ചിട്ട് നമുക്കിത് കഴുകിക്കളയാവേ. അപ്പോൾ നിങ്ങൾക്കിത് കണ്ടറിയും ഞാൻ സ്ക്രബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു 5 മിനിറ്റോളം നമ്മൾ സ്ക്രബ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റോളം ഫേസിൽ വെച്ചിട്ട് ഇരുന്നിട്ട് വേണം കേട്ടോ കഴുകി കളയാനായിട്ട്. നമുക്ക് തേനായതുകൊണ്ട് തന്നെ അത് ഭയങ്കരമായിട്ട് ഇങ്ങനെ വഴുകി വന്നോളൂ കേട്ടോ. ആദ്യം ഒരു കട്ടി പോലെ ഇരുന്നാലും അത് നല്ല രീതിയിൽ ഇങ്ങനെ മെൽറ്റായി വന്നോളും. നമ്മളിങ്ങനെ സ്ക്രബ് ചെയ്തുകൊണ്ടിരിക്കുക. മൈൽഡായിട്ടുള്ളൊരു തരിതരി പോലെ ഇരിക്കുന്നുണ്ട്, സ്ക്രബായിട്ട് തീരുകയും ചെയ്യും. നമുക്കിപ്പോൾ എന്തെങ്കിലും ഡെഡ് സ്കിന്നോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ആവാനും ഈ ഒരു തരിതരി പോലത്തുള്ള ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ ഇല്ലേ അതൊക്കെ പോകാനും പിന്നെ അതേപോലെ തന്നെ ടാൻ ഉണ്ടെങ്കിലൊക്കെ മാറാൻ അടിപൊളിയാണ് കേട്ടോ. നമ്മുടെ സ്കിന്നിന് ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു ആയുർവേദിക് ഫേഷ്യൽ എന്ന് തന്നെ നമുക്കിതിന് പറയാം കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ മൊത്തത്തിലൊന്ന് സ്ക്രബ് ചെയ്ത് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് കാണാവേ. അപ്പം ഞാൻ ഇതൊന്ന് കഴുകിയിട്ട് വരാവേ. ആക്ച്വലി എനിക്ക് ഇപ്പോൾ തന്നെ എൻ്റെ സ്കിന്ന് നല്ല സ്മൂത്ത് ആയ പോലൊരു ഫീൽ ഉണ്ട് കേട്ടോ. നല്ല ക്ലീൻ ആയ പോലൊരു ഫീൽ ഉണ്ട്. കാരണം അത്രയും നല്ലതാണ് ത്രിഫല ചൂർണം എന്ന് പറയുന്ന ഒരു സാധനം. പിന്നെ തേനെന്ന് പറയുന്നതും ഹണി എന്ന് പറയുന്നതും, തേനും ഹണിയും ഒന്നാണല്ലോ. തേനെന്ന് പറയുന്ന ഒരു സംഭവം നമ്മുടെ സ്കിന്ന് അത്രത്തോളം ആ ഒരു മോയ്സ്ചർ നിലനിർത്താനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് കേട്ടോ. പിന്നെ നമ്മൾ ഓയിൽ മസാജും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് തന്നെ സ്കിന്ന് നല്ലതായിട്ട് ആ ഒരു ബ്ലഡ് സർക്കുലേഷനൊക്കെ ആയിട്ട് നല്ലൊരു പ്രസരിപ്പോടെ ആയിരിക്കും കേട്ടോ നമ്മുടെ സ്കിന്നിരിക്കുന്നത്. അപ്പം ഇനി നമ്മൾ കൊടുക്കാൻ പോകുന്നതാണ്, ഇപ്പം നമ്മുടെ സ്കിന്ന് നമ്മൾ കൊടുക്കുന്ന ഇനി അടുത്തത് നമ്മളെന്ന് പറഞ്ഞ ഒരു പാക്കാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. ഓക്കെ, ഇതിപ്പം നമ്മളിനി കൊടുക്കുന്ന പാക്ക്, അതായത് ഇടയ്ക്കൊന്ന് കറണ്ട് പോയായിരുന്നു കേട്ടോ. അതായത് നമ്മൾ ഓയിൽ മസാജും കഴിഞ്ഞു, ക്ലെൻസിങ്ങും കഴിഞ്ഞു, നമ്മൾ സ്ക്രബും കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞതോടുകൂടി നമ്മൾ സ്റ്റീം കൊടുത്തപ്പോൾ നമ്മുടെ പോസും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഓപ്പൺ ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സ്കിൻ ഫുള്ളായിട്ട് ഡേർട്ടൊക്കെ പോയിട്ട് ഇപ്പോൾ റെഡി ആയിട്ടിരിക്കുകയാണ് കേട്ടോ. ഡെഡ് സെൽസും കാര്യങ്ങളും ഒക്കെ പോയിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്ന പാക്ക് ഉണ്ടല്ലോ അത് അബ്സോർബ് ചെയ്യാനായിട്ട് റെഡി ആയിട്ടാണ് നമ്മുടെ ഇപ്പോൾ ഒരു ആ സ്കിൻ ഇരിക്കുന്നത്. അപ്പം നമുക്കിനി അടുത്തതായിട്ട് നമുക്ക് ആയുർവേദിക് ആയിട്ടുള്ള ഒരു ഫേസ് പാക്ക് കണ്ടിട്ട് വരാം കേട്ടോ. പാക്കിനായിട്ട് ആദ്യം എടുക്കുന്നത് ഏലാതി ഗണ ചൂർണ്ണമാണ് കേട്ടോ. ഇതും ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ആയുർവേദ ഷോപ്പുകളിൽ വാങ്ങാൻ കിട്ടും. അതൊരു വലിയൊരു സ്പൂണോളം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ അളവ് നോക്കുന്നില്ല, ഞാൻ അങ്ങനെ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 സ്പൂൺ ആലുവേറ ജെല്ല് ചേർത്ത് കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ ഒറിജിനൽ ആയിട്ടുള്ള ആലുവേറ ജ്യൂസ് ഉണ്ടെങ്കിൽ അത് ചേർക്കുക. ഞാനിവിടെ കടയിൽ നിന്ന് വാങ്ങിയതാണ് ചേർത്തിരിക്കുന്നത്. അതിലേക്ക് റോസ് വാട്ടർ ചേർത്ത് കൊടുക്കുക കേട്ടോ. ആവശ്യത്തിന് റോസ് വാട്ടറും ചെയ്ത് കൊടുക്കുക. 1 സ്പൂൺ ഹണിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പം നമ്മുടെ പാക്ക് ഇവിടെ റെഡിയാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ പാക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതൊക്കെ. അപ്പം എനിക്ക് തോന്നുന്നത് നമ്മൾ അന്ന് ചെയ്ത നമ്മുടെ ഒരു ഹോം മെയ്ഡ് ഫേഷ്യലിനേക്കാൾ എളുപ്പമാണ് കേട്ടോ ഇത്. അതിലാണെങ്കിൽ കുറച്ച് അരയ്ക്കാനും പിടിക്കാനൊക്കെ ഉണ്ട്. ഇതിൽ അങ്ങനത്തെ സംഭവം ഇല്ല. കുറച്ച് സാധനം വാങ്ങുക, നമ്മുടെ മുഖത്തിട്ട് കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. അപ്പം നമ്മളതേ അതിങ്ങനെ മുഖത്തിടുകയാണ്.
ഇത് നമ്മുടെ സ്കിന്നൊന്ന് കളർ ഇമ്പ്രൂവ് ചെയ്യാനും നമ്മുടെ സ്കിന്നിൽ പാടുകളൊക്കെ ഉണ്ടല്ലോ, ഈ ചിക്കൻ പോക്സ് വന്ന പാടാണെങ്കിലോ കരുവാളിപ്പുണ്ടെങ്കിലോ ഇനിയിപ്പം നമ്മുടെ മുഖത്ത് മുഖക്കുരു വന്ന പാടുകളൊക്കെ ഉണ്ടെങ്കിൽ പോകാനായിട്ട് അടിപൊളി ഒരു സാധനമാണ് കേട്ടോ ഇത്. നമ്മൾ ഇപ്പോൾ ഈ കണ്ട ഈ സാധനങ്ങളൊന്നും ഡെയിലി ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല. ഈ പാക്ക് വേണമെങ്കിൽ നമുക്ക് ഡെയിലി ഇടാം കേട്ടോ. പിന്നെ നിങ്ങളുടെ ഭയങ്കര എക്സ്ട്രീം ആയിട്ടുള്ള ഡ്രൈ സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പാക്ക് പാലിൽ കുറച്ച് വേണമെങ്കിലും മുഖത്തിടാം. ഇനി അതല്ല, നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഡെയിലി ആണ് നിങ്ങൾ മുഖത്തിടുന്നെങ്കിൽ നിങ്ങൾക്ക് തക്കാളി നീരിൽ വേണമെങ്കിലും ഇത് കുറച്ചിടാം കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ആഴ്ചയിൽ ഒരിക്കലാണെങ്കിൽ ഞാൻ ഈ ചെയ്യുന്ന പോലെ തന്നെ ചെയ്താൽ മതി കേട്ടോ. ഇതിലാണ് ബെസ്റ്റ് റിസൾട്ട് കിട്ടുക. അപ്പോൾ ഇട്ടിട്ട് കാണാം. ഇത് ഞാൻ മുഖത്ത് ഫുള്ള് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എനിക്ക് ചെറുതായിട്ടൊരു നീറ്റൽ പോലെ ഒരു ഫീൽ ഉണ്ട് കേട്ടോ. അത് ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ അത് മാറിക്കോളും. അത് ഇതിലുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് കഴുകി കളയാതെ. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മളിപ്പോൾ ഈ ഫേഷ്യലൊക്കെ ചെയ്യാനായിട്ട് പാർലറിൽ പോണതിനേക്കാളും ഏറ്റവും റിസൾട്ടും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ചെയ്താൽ ആ റിസൾട്ട് പെർമനൻ്റായിട്ട് നിൽക്കുന്ന ഒരു സാധനമാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ഉള്ളത്. അപ്പം ഇങ്ങനെയുള്ളതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മടിക്കരുത് കേട്ടോ. നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അത്രത്തോളം റിസൾട്ട് തരുന്നൊരു കാര്യമാണ്. ആയുർവേദിക്കാണ്. പക്ഷേ ഞാൻ വീണ്ടും പറയുകയാണ്, ഇതിൽ ത്രിഫല ചൂർണവും അതേപോലെ ഏലാദികണ ചൂർണവും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ആയുർവേദത്തിൽ പോലും ചില കാര്യങ്ങൾ ചില സ്കിന്നിന് പറ്റില്ല എന്ന് വരും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്കിയിട്ട് മാത്രം യൂസ് ചെയ്യുക. എന്തെങ്കിലും ഭയങ്കരമായ ഇറിറ്റേഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് അപ്പം തന്നെ കഴുകിക്കളയുക കേട്ടോ. ഇതിപ്പോൾ എനിക്ക് ചെറിയൊരു നീച്ചൽ പോലെ ഒരു പുകച്ചിൽ പോലെ ഫീൽ ഉണ്ട്. അത് ഇതിൽ നോർമലാണ്. അതൊരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ട് മാറുന്നില്ല. കൂടി ഇറിറ്റേഷൻ വരിക എന്ന് നിങ്ങൾ എന്തിലെങ്കിലും കാണുകയാണെങ്കിൽ, ഈ പറഞ്ഞിട്ടുള്ള എന്തെങ്കിലും ഒരു സാധനത്തിൽ കാണുകയാണെങ്കിൽ നിങ്ങൾ അപ്പോൾ തന്നെ അത് മുഖത്ത് നിന്ന് കഴുകി കളയാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഇപ്പം എന്ത് കാര്യമായാലും ചിലർക്ക് ഇപ്പം മഞ്ഞളെന്ന് പറയുന്നത് ഭയങ്കര നാച്ചുറൽ ആയിട്ടുള്ളൊരു സാധനമാണ്. പക്ഷെ ചിലർക്ക് മഞ്ഞൾ പോലും പിടിക്കാത്തവരുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ മറക്കരുത്. അപ്പോൾ ഇത് ഉണങ്ങിയിട്ട് കാണാവേ. അപ്പോൾ ഇത് നല്ല രീതിയിൽ ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. നമുക്കൊന്ന് തുടച്ചെടുക്കാം കേട്ടോ. നല്ല അങ്ങ് ഭയങ്കരമായിട്ട് ഡ്രൈ ആവാൻ ഞാൻ നിന്നിട്ടില്ല. ഒലിക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും പഴയ ഡ്രസ്സ് ഇടുന്നതായിരിക്കും കേട്ടോ നല്ലത്. അപ്പം നമുക്കിതൊന്ന് കഴുകി തുടച്ച് നോക്കാവേ. കണ്ടോ? അപ്പം ഞാൻ ദേ ഫുള്ളായിട്ട് പാക്ക് ഞാൻ കഴുകി കളഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എൻ്റെ സ്കിന്ന് കണ്ടാൽ അറിയാമല്ലോ, നല്ലൊരു മാറ്റം വന്നിട്ടുണ്ട്. കരുവാളിപ്പൊക്കെ പോയിട്ടുണ്ട്. ഇതൊരു സ്കിൻ വൈറ്റനിങ് ആയിട്ടുള്ളൊരു ഫേഷ്യലായിട്ട് നിങ്ങൾ ഇതിനെ കരുതരുത്. ഇത് നമ്മുടെ സ്കിന്നിലുള്ള ഡിസീസും കാര്യങ്ങളൊക്കെ പോവാനും നമുക്ക് കരുവാളിപ്പുണ്ടെങ്കിൽ അത് മാറാനും അതേപോലെ തന്നെ സ്കിന്നിൻ്റെ പ്രശ്നങ്ങൾക്കുള്ളൊരു ഫേഷ്യലാണ് കേട്ടോ ഇത് കൂടുതലും നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് നമ്മുടെ സ്കിന്നിൽ പാടുകളുണ്ടെങ്കിലോ, ഇനി അതല്ല നമ്മുടെ സ്കിന്നിൽ പിമ്പിൾസ് ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്ന സ്കിന്നാണ്, എന്തെങ്കിലുമൊക്കെ ഈ മെലാസ്മ പോലുള്ള ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകാനായിട്ടുള്ളൊരു ആയുർവേദിക് ആയിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് പോലെയാണ് നിങ്ങൾ ഈ ഒരു ഫേഷ്യൽ ചെയ്യേണ്ടത്. അല്ലാതെ ഒരിക്കലും ഒരു ബ്രൈറ്റ്നെസ്സിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു ഫേഷ്യലായിട്ട് ഇത് കരുതരുത്. പക്ഷേ എന്നാൽ ഇത് നമ്മൾ തുടരെ ചെയ്ത് വരുമ്പോൾ സ്കിന്നിന് ഒരു ഗ്ലോയും ഒരു കളറും ഒക്കെ ഇത് നമുക്ക് തരികയും ചെയ്യും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിലെ പ്രശ്നങ്ങളൊക്കെ മാറിയിരുന്നാൽ തന്നെ നമുക്ക് സ്കിന്നിന് ഒരു കളറും കാര്യങ്ങളൊക്കെ നാച്ചുറൽ ആയിട്ട് തന്നെ അത് വരും കേട്ടോ. അപ്പോൾ അത് നമ്മൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനി ലാസ്റ്റ് എന്ന് പറയുന്ന ഒരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ചൊരു ഐസ് ക്യൂബ് കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പം ഞാൻ എൻ്റെ കയ്യിൽ ഈ സംഭവം ഉണ്ട്. ഇതില്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഇപ്പം നോർമൽ ആയിട്ടുള്ള ഐസ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കുക കേട്ടോ. അതായത് നമ്മുടെ പോസും കാര്യങ്ങളൊക്കെ നമ്മൾ ആവിയൊക്കെ കൊണ്ടിട്ട് ഓപ്പൺ ആയിട്ട് വെച്ചേക്കല്ലേ, അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു സംഭവം ചെയ്യണേ. അപ്പോൾ ഇതോട് കൂടിയിട്ട് നമ്മുടെ സ്റ്റെപ്പ് ഫുള്ള് കംപ്ലീറ്റ് ആവും കേട്ടോ. പിന്നെ നിങ്ങളുടെ കയ്യിൽ ആലോവേറ ജെല്ലുണ്ട്. നിങ്ങളിപ്പോൾ ഡേ ടൈമിലൊക്കെ ആണെങ്കിൽ നിങ്ങളിത് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ചെറിയൊരു നനവോട് കൂടി കുറച്ച് ആലോവേറ ജെല്ലെടുത്ത് മുഖത്ത് ഇട്ട് കഴിഞ്ഞാൽ അതൊക്കെ തനിയെ ഉണങ്ങിക്കോളൂ കേട്ടോ. അപ്പം നമ്മുടെ ഫുൾ ഫേഷ്യൽ സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ ഐസ് ക്യൂബ് എന്തായാലും നോർമൽ ഒരു ഐസെങ്കിലും വെച്ചിട്ട് നിങ്ങളൊന്ന് കൊടുക്കാൻ നോക്കണം കേട്ടോ ഫേസിൽ. എങ്കിലാണ് നമ്മുടെ ഈ ഒരു സ്റ്റെപ്പ് ഫുള്ളൊന്ന് കംപ്ലീറ്റ് ആവുള്ളേ. അപ്പോൾ അതിനും കൂടെ ആയിട്ട് ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ.
പിന്നെ നിങ്ങൾക്ക് വല്ല തൊണ്ടയ്ക്ക് പ്രശ്നമോ പെട്ടെന്ന് ഇങ്ങനെ പനിയൊക്കെ വരുന്നവരാണെങ്കിൽ ഐസ് കൂടുതൽ കാണിക്കേണ്ട കേട്ടോ. കാരണം എനിക്ക് കൂടുതൽ ഐസ് അങ്ങോട്ട് എൻ്റെ ഈ ഒരു കഴുത്തിൽ കാണിക്കുകയാണെങ്കിൽ തൊണ്ടവേദന വരാൻ തുടങ്ങും കേട്ടോ. എന്നാൽ ഞാൻ തണുത്തുള്ളതൊക്കെ കുടിക്കുന്നതാണ്, പക്ഷെ എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഓക്കെ, ഇനി ഇത് തനിയെ അങ്ങ് ഉണങ്ങിക്കോട്ടെ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഒരു ഫേഷ്യൽ എന്ന് പറയുന്ന ഒരു സാധനമായിട്ട്. എന്തായാലും ഉണക്കിയിട്ട് കാണിക്കാം, അല്ലെങ്കിൽ പിന്നെ ഞാൻ വൈൻഡപ്പ് ചെയ്യുമ്പം അതൊന്നും ശരിയാവില്ലല്ലോ. അപ്പോൾ ഞാൻ ഫുള്ള് നമ്മുടെ ഫേഷ്യൽ സ്റ്റെപ്പ് കഴിഞ്ഞിട്ടുണ്ട്. ഈ രീതിയിലാണ് നമ്മളൊരു ആയുർവേദ ഫേഷ്യൽ നമുക്കൊരു ഹോം മെയ്ഡായിട്ട് ചെയ്യാൻ പറ്റും. നല്ല അടിപൊളി റിസൾട്ടാണ്. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എപ്പോഴും വെളുക്കാനാണ് ഫേഷ്യലെന്നോ അല്ലെങ്കിൽ സ്കിന്നിനൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഫേഷ്യലെന്നോ ഒരിക്കലും കരുതരുത്. നമുക്ക് നമ്മുടെ സ്കിൻ ഇഷ്യൂസ് മാറ്റാനും ഒക്കെ നമ്മൾ ഫേഷ്യൽസ് ചെയ്യാറുണ്ട് കേട്ടോ. അതിൽ ഏറ്റവും മികച്ചതായിട്ടുള്ള ഒരു ആയുർവേദ ഫേഷ്യലാണ് ഇത് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കുക. ഇത് സക്സസ് ആവുകയാണെങ്കിൽ നമുക്ക് സ്കിൻ ഒന്ന് കളർ വെക്കാനൊക്കെ ആയിട്ട് ആയുർവേദത്തിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു ഫേസാണ് നവര ഫേഷ്യൽ എന്ന് പറയുന്നത്. നമുക്ക് പിന്നെ ഇനി ആയിരിക്കും അത് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയുക. എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചാൽ മതി കേട്ടോ. പിന്നെ പാക്കുകൾ എങ്ങനെയാണെന്ന് കമൻറ്റിൽ ചോദിക്കുന്നത് ഞാൻ നിരോധിച്ചിട്ടുണ്ട്. കാരണം ഞാൻ കഷ്ടപ്പെട്ട് തന്നെ പാക്കുകൾ ചെയ്യണത് എങ്ങനെയാണെന്നും ഇതിൻ്റെ സ്റ്റെപ്പുകളിൽ ഓരോ സ്റ്റെപ്പും എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ സ്കിപ്പ് ചെയ്ത് കാണാൻ നിൽക്കരുത്, നിങ്ങളത് നോക്കുക. അപ്പോൾ പാക്ക് എങ്ങനെയാണ് ചെയ്യുന്നത്, സ്ക്രബ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് എളുപ്പമണിക്ക് വന്ന് കമൻസിൽ ചോദിക്കരുത് കേട്ടോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ക്ലിയർ ചെയ്ത് തരാം. പിന്നെ പ്രോഡക്ട്സ് ഒക്കെ ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയും ബൈ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ആർക്കെങ്കിലും ഒക്കെ ഇങ്ങനത്തെ വല്ല ഇഷ്യൂസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, സ്കിൻ കണ്ടീഷൻസ് ഒക്കെ ഭയങ്കര മോശമായിട്ടിരിക്കുകയാണെങ്കിൽ ഈ വീഡിയോ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടെ മറന്നേക്കല്ലേ. അപ്പോൾ ബൈ.